നമസ്കാരം. തേനീച്ച, കടന്നൽ, വേട്ടാളൻ അഥവാ വേട്ടാവളിയൻ എന്നിങ്ങനെയുള്ള ചെറു പ്രാണികൾ കടിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിത്യസംഭവങ്ങളാണ്. ഇവ കടിക്കുമ്പോൾ ഇവയുടെ കൊമ്പ് നമ്മുടെ ശരീരത്തിൽ ആഴ്ത്തുകയും അത് ചർമ്മത്തിൽ തന്നെ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ശരീരത്തിൽ അലർജി, വേദന, വിഷബാധ എന്നിവയ്ക്ക് കാരണമാകുന്നു. കടിയേറ്റ ഭാഗത്ത് നീര് വയ്ക്കുക, ചൊറിച്ചിലുണ്ടാകുക, വേദന എന്നിവയാണ് ഇവ കടിച്ചാലുള്ള ലക്ഷണങ്ങൾ. കടിയേറ്റ ഭാഗത്തല്ലാതെ ബാക്കി ശരീരഭാഗങ്ങളിൽ അലർജിയുടെ ലക്ഷണങ്ങളോ ഹൃദയമിടിപ്പിൽ വ്യത്യാസമോ ഒക്കെ കണ്ടാൽ തീർച്ചയായും വൈദ്യസഹായം തേടണം. ഇങ്ങനെയുള്ള ചെറു പ്രാണികൾ കടിച്ചാൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില ഒറ്റമൂലികൾ നോക്കാം. കടിയേറ്റ ഭാഗം സോപ്പ് വെള്ളം കൊണ്ട് കഴുകുക. നീരുണ്ടെങ്കിൽ ഐസ് എടുത്ത് ഒരു തുണിയിൽ പൊതിഞ്ഞ് വയ്ക്കുന്നത് നീര് കുറയാൻ സഹായിക്കും. ഇവയുടെ കൊമ്പ് കടിച്ച ഭാഗത്തു നിന്നും എടുത്തു കളയുക. ഇങ്ങനെ എടുത്തു കളയുന്നത് വേദനയുടെയും വിഷത്തിൻ്റെയും വ്യാപനം കുറയ്ക്കും. ഇതിൻ്റെ കൊമ്പെടുക്കാനുള്ള എളുപ്പവഴി കുറച്ച് എണ്ണ ചെറിയ ചൂടിൽ പുരട്ടിയിട്ട് കട്ടിയുള്ള എന്തെങ്കിലും കൊണ്ട് ഉരച്ചാൽ മതി. ഏത് പ്രാണി കടിച്ചാലും മഞ്ഞൾ അരച്ച് പുരട്ടുന്നത് നല്ലതാണ്. കറ്റാർവാഴയുടെ നീര് പുരട്ടിയാൽ കടിച്ച ഭാഗത്തുള്ള ചൊറിച്ചിൽ മാറി കിട്ടും. കുത്തേറ്റ ഭാഗത്ത് ചുവന്ന് തടിക്കുകയാണെങ്കിൽ തുളസിയില, പച്ചമഞ്ഞൾ, കല്ലുപ്പ് എന്നിവ ചേർത്തരച്ച് പുരട്ടി ഉണങ്ങിയ ശേഷം കഴുകി കളയുക. കടന്നൽ കുത്തേറ്റാൽ മുക്കുറ്റി വെണ്ണയിലരച്ച് പുരട്ടുന്നതും കഴിക്കുന്നതും നല്ലതാണ്. കൂടാതെ കാച്ചിലിൻ്റെ ഇല അരച്ച് പുരട്ടി ഉണങ്ങിയ ശേഷം കഴുകിക്കളയുക. തേനീച്ച കടിച്ചാൽ ആ ഭാഗത്ത് വെളിച്ചെണ്ണ ചെറുതായി ചൂടാക്കി പുരട്ടി അതിൻ്റെ കൊമ്പെടുത്ത് കളഞ്ഞ ശേഷം വേപ്പിലയോ മഞ്ഞളോ അരച്ച് പുരട്ടുക. ചിലന്തി കടിച്ചാൽ മഞ്ഞളും തുളസിയിലയും അരച്ച് പുരട്ടുകയും കഴിക്കുകയും ചെയ്യാവുന്നതാണ്. പഴുതാര കടിച്ചാൽ തുമ്പനീരിൽ പഴുത്ത പ്ലാവില അരച്ച് തേക്കുക. കട്ടുറുമ്പ് കടിച്ചുള്ള വേദനയ്ക്ക് കൈതോന്നിയുടെ നീര് പുരട്ടുന്നത് വേദന കുറയ്ക്കും. കൊതുക് കുത്തി ഉണ്ടാകുന്ന ചൊറിച്ചിലിന് തുളസി നീരോ വേപ്പിലയുടെ നീരോ പുരട്ടുന്നത് ചൊറിച്ചിലിന് ശമനം കിട്ടും. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.